ആർമി ഞാൻ സീസൺ 1 26 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞത് ജീക്കുക്ക് എവിടെ എന്നായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തായാലും ജീക്കുക്കുണ്ട്. പിന്നെ ഒരു ആർമി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഹോപ്പിനെ പോലെ തന്നെ ജീക്കുക്കിനും സെയിം ഇമ്പോർട്ടൻറ്റ് കൊടുക്കണമെന്ന്. വിഹോപ്പിനെ പോലെ തന്നെ ഈ സ്റ്റോറിക്കകത്ത് ജീക്കുക്കിന് സെയിം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷേ എന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ ചെയ്തിട്ട് അത്രയും വെച്ച് അങ്ങോട്ട് പോസിറ്റീവാണ്. ചിലപ്പോൾ അതിനകത്ത് വിഹോപ്പിനായിരിക്കും ഇമ്പോർട്ടൻറ്റ്, ചിലപ്പോൾ അതിനകത്ത് ജീക്കുക്കിനായിരിക്കും ഇമ്പോർട്ടൻറ്റ്. അത് അങ്ങനെ ആയി പോകുന്നതാണ്. പക്ഷേ ഇനി ഞാൻ എന്തായാലും ശ്രദ്ധിക്കാം എപ്പിസോഡിനകത്ത് ജീക്കുക്കിനും വിഹോപ്പിനും സെയിം ഇമ്പോർട്ടൻ്റ് വരുന്ന രീതിയിൽ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെടുക, ലൈക്ക് കമൻറ്റ് എന്താണ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. വേദന എടുക്കണമല്ലോ. എൻ്റെ കുടിച്ചത് കൂടിപ്പോയെന്ന് തോന്നുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ ഇതോടെ പോയി. ഇന്ന് ഇവിടെ നടന്ന് ഞാനിന്നലെ നൈറ്റ് എന്താ ചെയ്തേ? നീ എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അയ്യോ ഞാൻ ചത്ത, എനിക്ക് ഓടാൻ വയ്യ. ഓടാൻ വയ്യെങ്കിൽ മോള് ഫോൺ ഇങ്ങോട്ട് താ. ഞാൻ തരൂല. തരാണെങ്കിൽ പിന്നെ ഞാൻ തരാം. ഈ ഓട്ടം മുഴുവൻ ഓടിയത് ഞാൻ തരൂല. ലക്ഷ്മി, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മര്യാദയ്ക്ക് ഫോൺ ഇങ്ങോട്ട് താ. തന്നില്ലെങ്കിൽ വേണ്ട, നീ ഇപ്പൊ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക. ഫോണും തരൂല, വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. ഇത്രയും കോമഡി വീഡിയോ അതൊക്കെ ആരെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയിച്ചേട്ടാ. എടി വർക്കൗട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ വീണോന്നും പല സംഭവിച്ചൊന്നും വരും. ചായ തന്നെ വന്ന ആൾക്കാർ ചായ തന്നിട്ട് മിണ്ടാത്ത പൊക്കോണം. അവള് വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നു. ഓ, ഇത്രയായിട്ട് നിങ്ങളുടെ അഹങ്കാരത്തിന്റെ കുറവില്ല. എന്നാ നോക്കി, ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും, കൂടെ ഇൻസ്റ്റഗ്രാമിൽ. പിന്നെ നടക്കും, നിങ്ങൾ നോക്കിക്കോ. പറ്റുമെങ്കിൽ വന്ന് തടയും മൈ ഡിയർ ഹസ്ബൻഡ്. ഓ, ഈ കുരുട്ട പെണ്ണ്, ഇവിടെ കാര്യം കൊണ്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഫാമിലി ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യും, അവിടെ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യും. പിന്നെ അറിഞ്ഞ് നടക്കാൻ പറ്റത്തില്ല. പോയി അവളെ പിടിച്ചേ പറ്റൂ.
മോള് കുളിക്കുമായിരുന്നു. പക്ഷെ കുളിച്ചിട്ടും ഏറ്റവും നിന്റെ ശരീരത്തിൽ നിന്ന് പോയിട്ടില്ലല്ലോ. പാർത്തേട്ടാ മാറിക്കേ, എനിക്ക് പോണം. അങ്ങനെ പോയാലോ? നിൽക്കുന്നേ, ഞാൻ പറയട്ടെ. ഇന്നത്തെ നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അവനൊക്കെയും ഞാൻ ബെറ്ററാണോ? പറഞ്ഞേ, ഞാൻ കേൾക്കട്ടെ. എന്നെ വിട്, എനിക്ക് പോണം. നീ എങ്ങോട്ടും പോകുന്നില്ല. ആദ്യം ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. നീ എന്തിനോട് കിടന്ന് മൂന്നേ? ഇന്നലെ ആദ്യങ്ങളോട് ഞാൻ ഫോഴ്സ്ഫുള്ളി എല്ലാം ചെയ്ത് തുടങ്ങിയത്. പക്ഷെ നീ മിണ്ടാതെ തന്നെ എനിക്ക് കിടന്നു തന്നല്ലോ. എന്നിട്ട് എന്തിനോട് നീ കിടന്ന് മൂന്നേ? എന്തായാലും ഇന്നത്തെ നൈറ്റ് സൂപ്പറായിരുന്നു. നീ എനിക്ക് പതിയെ കിടന്നതെന്നതിൻ്റെ അർത്ഥം നിനക്ക് സുഖം പിടിച്ചെന്നാണ് ഞാൻ കരുതുന്നു. നീ കോളേജിലൊന്നും പോകുന്നില്ല? നീ താഴെ കണ്ടില്ലല്ലോ. നീ എന്നിട്ട് കരയുന്നേ, എന്ത് പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല അമ്മ, അവൾക്ക് തലവേദനയാ. തലവേദനയോ? ഹോസ്പിറ്റലിൽ പോകണം മോളെ? ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അതൊരു ചെറിയ തലവേദനയല്ലേ, അത് കിടന്നാൽ മാറിക്കോളും. അമ്മ ലക്ഷ്മിയോട് പറഞ്ഞേക്കെ ഇവിടെ നിന്ന് കോളേജിൽ വരുന്നില്ലെന്ന്. ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ആ പാർത്ത്, എന്നാ മീനു നീ കിടന്നു. ഞാൻ നിനക്കുള്ള ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ലക്ഷ്മിയോട് പറഞ്ഞേക്കാം, നീ കിടന്നു. പിന്നെ പാർത്ത് ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ, ഫുഡ് എടുത്ത് വെച്ചേക്കാം. നീ ഇന്ന് കോളേജിൽ പോകണ്ട. നിന്നെ കണ്ടറിയാം ഞാനിതിൻ്റെ ഇച്ചിരി ഓവറായിരുന്നു. അതുകൊണ്ട് മോള് റെസ്റ്റ് എടുത്തോ. പിന്നെ താഴേക്ക് പോകുമ്പോൾ നിന്റെ ശരീരത്തിലെ പാടൊക്കെ വല്ല പൊട്ടിയടിച്ച് മറിച്ചിട്ട് പൊക്കോണം. എന്നാ ചേട്ടൻ പോയി ഫ്രഷ് ആയിട്ട് ഓഫീസിൽ പോട്ടെ. മോള് ചേട്ടൻ ഡ്രസ്സ് എടുത്ത് വെക്ക. നിന്റെ ഫോൺ എന്തി? ഞാൻ പറയില്ല, പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ. ഒന്നു മോളെ, മര്യാദയ്ക്ക് നിന്റെ ഫോൺ തന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ ഡിലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം പറയും. ഇനി ഞാൻ നിങ്ങളുടെ എന്ത് സ്വഭാവമാണ് മിസ്റ്റർ ത്രിലോക് മഹേഷ്? പറ്റുമെങ്കിൽ കണ്ടുപിടിക്കും. ഇനി പറ മോളെ, നിന്റെ ഫോൺ എന്തി? അത് മര്യാദയ്ക്ക് ഇങ്ങോട്ട് താ. വേണോ? എന്നാ തരാലോ. എന്നാ ശരി, ഞാൻ പോവാ. കോളേജിൽ പോകാൻ ടൈമായി. പിന്നെ വീഡിയോ ലേറ്റ് ആക്കിയേക്കാം. ലച്ചു, ഇന്ന് മീനു കോളേജിൽ വരുന്നില്ല. അതെന്താ? അവൾക്കെന്ത് പറ്റി? മീനുവിന് നല്ല തലവേദന എന്നാ പറഞ്ഞത്, അതുകൊണ്ടാണ് റെസ്റ്റ് എടുക്കുക. തലവേദനയോ? അന്നാ ഞാൻ അവളടുത്തൊന്ന് പോട്ടെ. വേണ്ട ലച്ചു, അവള് റെസ്റ്റ് എടുക്കുക. നീ അവളെ ശല്യപ്പെടുത്തണ്ട. നീ കോളേജിൽ പോകാൻ നോക്ക്. അന്നേരം വന്നിട്ട് അവിടെ സംസാരിക്കാം. നീ ഇന്ന് ഒറ്റയ്ക്ക് പോകണ്ട. അത് ഇന്ന് മീനു കോളേജിൽ വരുന്നില്ല, ലച്ചു ഒറ്റയ്ക്കാ. അപ്പൊ അവളൊന്ന് കോളേജിലേക്ക് ആക്കിയേക്കാമോ ചോദിക്കാൻ വിളിച്ചതാ. എടി ലക്ഷ്മി, മിനുവിനെന്ത് പറ്റി? അവളൊന്നു കോളേജിൽ വരുന്നില്ലെന്ന് പറഞ്ഞേ. അവൾക്ക് തലവേദന അപ്പച്ചി പറഞ്ഞത്. എന്നിട്ട് നീ പോയി അന്വേഷിച്ചില്ലേ? ഞാൻ അവളെ എടുത്തിട്ട് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പച്ചനോട് പോകണ്ടെന്ന് പറഞ്ഞു. അവളിപ്പോ റെസ്റ്റ് എടുക്കും, അവള് ശല്യപ്പെടുത്തണ്ട. വൈകുന്നേരം കോളേജ് വിട്ട് വന്നിട്ട് അവളെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഓ അങ്ങനെ. അങ്ങനെ മീനും ഇല്ലാതെ ആദ്യമായിട്ട് ഞാൻ കോളേജിൽ പോകാൻ പോലും തോന്നുന്നില്ല. ഞാനൊന്ന് കോളേജിൽ പോകണോ? ചേട്ടൻ്റെ കൂടെ വരട്ടെ, എന്നെയും കൂടെ ഓഫീസിൽ കൊണ്ടുപോകാം. ഞാനേ ഓഫീസിൽ കഞ്ഞിയും കൂട്ടാനും കളിക്കാൻ പോവല്ല, നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ. മര്യാദക്ക് കോളേജിൽ പോയി ലക്ഷം പഠിക്കാൻ നോക്ക്.
ഇയാളുടെ കൂടെ ഓഫീസിൽ പോണ കഴിയുമ്പോൾ കോളേജിൽ പോയിരിക്കുന്ന ഭേദം. എന്താടി മനസ്സിൽ നിന്റെ കുറ്റം പറയുകയാണോ? ഞാൻ ആരുടെ കുറ്റമൊന്നും പറഞ്ഞില്ല. ഓ അല്ല, പൊന്നുമോൾ ഇന്ന് എന്താ റൂമിൽ വെച്ച് ചെയ്തത്? ഞാനെന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ എന്താ രാവിലെ ചെയ്തത് നിനക്ക് അറിയത്തില്ലേ? നീ എന്തിനാണ് കിസ് ചെയ്തേ? പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ നാട്ടുകാർ ഹസ്ബൻഡ് പോയി കിസ് ചെയ്യാൻ പറ്റുമോ? നിനക്ക് തോന്നുമ്പോ കിസ് ചെയ്യാതിരിക്കുവല്ല ഞാനിവിടെ. ഇനി മേലെ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചിട്ട് സ്വഭാവം നീ അറിയും. ഓ, നേരത്തെ എന്നോട് ചെയ്തത് എന്നെ പിടിച്ച് കിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനോട് കിസ് ചെയ്തപ്പോൾ വലിയ പ്രശ്നമായിപ്പോയി. ഞാൻ ഇനൊന്നിനും വരുന്നില്ല. എനിക്ക് വേണമെങ്കിൽ വേറെ ആൾ നോക്കിക്കോളാം. എന്താണ് നീ പറഞ്ഞ? വേറെ വല്ലവരും നോക്കിക്കോളുന്നു? വെള്ളന്മാരെ പുറകെ പഠിച്ചിട്ട് അണുപ്പോൾ ഞാൻ താഴെ വരും. മര്യാദക്ക് ജീവിച്ചോണം. ഞാൻ ചുമ്മാ പറഞ്ഞതാ, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ചുമ്മാ പറഞ്ഞതാണെങ്കിൽ നിനക്ക് കൊള്ളാം. എന്തൊരു സ്വഭാവമാണ് ഈ കാറിന്റെ. ഹലോ, ആ ആ നീ ബസ് സ്റ്റോപ്പിലേക്ക് വന്നേക്ക്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഞങ്ങളോട് ഇപ്പൊ വരാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞു. ഹായ് ത്രിലോക്, ഇവിടുത്തേതാ?